മധു, പണ്ട് ഈ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നൊക്കെ പറയുന്നത് നമുക്ക് കേട്ട് പോലും പരിചിതമില്ലാത്ത സ്ഥലങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ആ ദുരന്തത്തിന്റെ വ്യാപ്തി, അതിന്റെ തീവ്രത, അതെടുത്തു പോയ ജീവിതങ്ങൾ, മനുഷ്യർ, അതൊക്കെ നമുക്ക് കൂടി അറിയാം. അവരുടെയൊക്കെ വേദന നമ്മുടെ കൂടി വേദനയാണ്. ഇന്നിപ്പം സുദർശൻ ചേട്ടനും നൗഫലും അങ്ങനെ എത്രയെത്രയോ മനുഷ്യർ നമ്മുടെ കൂടി അവരുടെ ജീവിതങ്ങൾ, അവരുടെ ആ സങ്കടങ്ങൾ, അത് നമ്മുടെ സങ്കടങ്ങൾ കൂടിയാണ്. അങ്ങനെ കുറേ മനുഷ്യരെ നമ്മൾ അവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി നാടിനെ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. അത് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സംവിധാനങ്ങൾ അതിനായി പ്രയത്നിക്കുന്നുണ്ട്. ഇപ്പം മധു ഇത്രയും ദിവസമായി അവിടെയുണ്ട്. ആ ക്രമീകരണങ്ങളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എത്ര പെട്ടെന്ന് തിരികെ വരാൻ ഇവർക്കൊക്കെ കഴിയുമെന്ന് തോന്നുന്നു? നമ്മുടെ അനുഭവങ്ങൾ അത്ര പോസിറ്റീവ് അല്ല ആര്യ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഷിഹാബിൻ്റെ വീടാണ്. ഷിഹാബ് കോഴിക്കോട് കൺട്രോൾ റൂമിലുള്ള വർക്ക് ചെയ്യുന്ന, പോലീസിൽ വർക്ക് ചെയ്യുന്നു. കോഴിക്കോട് സിറ്റി കൺട്രോൾ റൂമിൽ വർക്ക് ചെയ്യുന്നു. ഷിഹാബിൻ്റെ വീട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇതിന് ഇപ്പുറത്തൊരു വീടുണ്ടായിരുന്നു അല്ലേ? തൊട്ടടുത്ത് തന്നെ നമ്മളെ വീട് നിൽക്കുന്ന ഈ ഭാഗത്ത് ഒരു 5ഓളം ആളുകളുണ്ടായിരുന്നു. മണി, ശൈല, അവർ 3 മക്കൾ. അത് ആദ്യത്തെ പൊട്ട് വന്ന സമയത്ത് നമ്മളെ വീട്ടുകാർ അവരെ വിളിച്ചു. ആ സമയത്ത് അവരെ വീട് പകുതി വെള്ളത്തിലായിരുന്നു ആ സമയം. അപ്പോൾ രണ്ടാമത്തെ ആ ഒരു ഇത് വരുന്നതിന് മുന്നേ നമ്മളെ വീട്ടിലേക്ക് ജസ്റ്റ് കയറി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടാമത്തെ പൊട്ട് വന്നു. അങ്ങനെ അതിൽ മൊത്തം ഒരു വീട് ഒലിച്ചു പോകുന്നതാണ് നമ്മളെ വീടിൻ്റെ മേലുന്നവർ കാണുന്നത്. അവർ ഭയാനകരമായ അവസ്ഥയാണ് അവർ കാണുന്നത്. വീടിൻ്റെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ വീട്ടിലുള്ള 4 പേരും അവരടക്കം 9 പേരുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ രാവിലെ ആകുന്ന സമയത്താണ് നമ്മൾ ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞുള്ളൂ. ഒരു 7:30 ഒക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റി. എല്ലാവരും വീട്ടിലായിരുന്നു. ആ വീട്ടിൽ കയറിയത് കൊണ്ടായിരുന്നു അവരെ സേഫായിട്ട് മാറിയത്. അവർ തൊട്ടടുത്ത് അവർ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിന്നത്. ആ സമയത്ത് നമ്മൾ ഉപ്പയൊക്കെ വിളിച്ചു അവരെ വിളിച്ച് വേഗം പെട്ടെന്ന് കയറാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ ഈ കാണുന്ന ഈ പ്രദേശത്ത് ഇപ്പൊ ഈ നിരപ്പായി ഈ വലിയ പാറക്കല്ലുകളൊക്കെ വന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് വീടുകളുണ്ടായിരുന്നു. ഈ ഇതിനോട് ചേർന്നൊക്കെ തന്നെയായിട്ട് അല്ലേ? വീടുകളുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ ചൂരൽമല സ്കൂളിന്റെ ആ ഒരു പരിസരത്ത് നിന്ന് മേലെ പുഴ രണ്ടാകുന്ന ഈ ഭാഗം വരെ ഒരു 105ഓളം വീടുകളുണ്ടായിരുന്നു. 105ഓളം വീടുകൾ ഉണ്ടായിരുന്ന പ്രദേശമാണ് ഇപ്പോൾ ഈ പാറക്കല്ലുകൾ മാത്രമായിട്ട് കിടക്കുന്നത്. അതെ. അത് കുറച്ച് റോഡിന്റെ സൈഡിലായിട്ടും കുറച്ച് ഉള്ളോട്ടൊക്കെ ആയിട്ടായിരുന്നു വീടുകൾ ഉണ്ടായിരുന്നത്. ഷാബ് പഠിച്ച് കളിച്ച് വളർന്ന സ്ഥലമാണ് ഈ വെള്ളാർമല സ്കൂൾ. അതെ, തീർച്ചയായിട്ടും. വെള്ളാർമല സ്കൂളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. അതിനുശേഷം +2 പഠിച്ചത് മേപ്പാടിയായിരുന്നു. പിന്നെ IT പഠിച്ചു. പിന്നെ അങ്ങനെ ജോലിയായിട്ട് പോയി. അന്നത്തെ കൂട്ടുകാർ, അന്നത്തെ ആൾക്കാർ, ഈ 100ഓളം വീടുകളിലുള്ള ഷാബിന് കുഞ്ഞുനാൾ തൊട്ട് അറിയാവുന്ന ഒരുപാട് ആൾക്കാർ, കുറേ ആളുകളുണ്ട്. ഏകദേശം ഇവിടുന്ന് മുകളിലേക്ക് മുണ്ടക്കൈ എന്ന് പറഞ്ഞ പ്രദേശമൊക്കെ നമ്മൾ അകലൊരു പ്രദേശമാണെങ്കിൽ കൂടി നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ച ഒരു ബന്ധവും നമ്മളെ ഉമ്മാൻ്റെ കുടുംബം, ഉപ്പാൻ്റെ കുടുംബമൊക്കെ ഉള്ളതുകൊണ്ട് മുണ്ടക്കൈ വരെയുള്ള ആളുകളെ നമുക്ക് ഏകദേശം ചെറുപ്പം മുതൽ അറിയുന്ന ആളുകളെ നമുക്കറിയാം. ഇവിടെ ഇപ്പം എൻ്റെ കൂടെ പഠിച്ച ഹരി എന്ന് പറഞ്ഞൊരു ഇൻറ്റിമേറ്റ് സുഹൃത്ത് 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒപ്പം പഠിച്ചായിരുന്നു. ബോഡി ഇപ്പോൾ ഒരു 3 ദിവസം മുന്നെയാണ് കിട്ടിയത്. ഇല്ലാത്തൊരു വിഷമം. കാരണം നമ്മളെ കൂടെ ഒപ്പം 1ാം ക്ലാസ് മുതൽ ഉണ്ടായ ആളാണ്. അയാളെ മാസത്തിലൊരിക്കലാണെങ്കിൽ കോഴിക്കോട് നിന്ന് വരാറുള്ളൂ. അതിനിപ്പോൾ കണ്ടിട്ട് 2 മാസത്തോളമായി. പക്ഷെ എന്തായാലും അയാളെ അവസാനമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അതിനിപ്പോൾ ബോഡി ഇപ്പോൾ 2 ദിവസം മുന്നെയാണ് കിട്ടിയത്. അവരെ പഠിപ്പിച്ച അധ്യാപകർ, അങ്ങനെയുള്ള ആളുകൾ, അവൻ്റെ വീട്ടുകാർ ഒക്കെ അവരൊക്കെ സേഫാണ്? വീട്ടുകാർ ഇപ്പോൾ നിലവിൽ ക്യാമ്പിലാണുള്ളത്. SKM സ്കൂൾ ക്യാമ്പിലാണുള്ളത്. അധ്യാപകരൊക്കെ നമ്മൾ പഠിപ്പിച്ച അധ്യാപകരൊന്നും ഇപ്പം നിലവിൽ ഇവിടെ അല്ല. നമ്മളൊരു 10-14 വർഷം കഴിഞ്ഞു. ഇല്ല, നാട്ടിലും ഇപ്പോൾ ഇല്ല. കുട്ടികൾ ഇപ്പോൾ കോഴിക്കോടാണ് അവർ പഠിക്കുന്നത്. ഇല്ല, കോഴിക്കോട് സ്കൂളിലാണ് പഠിക്കുന്നത്. ഷിഹാബിനെ പോലുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വീട്ടിലേക്ക്, ഇതിന്റെ മുകളിലേക്ക് കയറാൻ കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ ഒലിച്ചുപോയ വീട്ടിലെ 5 പേരും ഇവിടെയുള്ള 4 പേരും രക്ഷപ്പെട്ടത്. എനിക്ക് തോന്നുന്നു അത് വന്ന് ആഞ്ഞടിച്ചപ്പോൾ ഇത് തൊട്ട് മുന്നിലെ വീട്ടിലേക്ക് അത് ഇടിച്ച് കയറിയിട്ടുണ്ട്. തടികളടിച്ച് അത് തകർന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു തിരിവായതുകൊണ്ട് ഈ വീട് ഭാഗ്യത്തിന് അല്പം ഉള്ളിലേക്കായതുകൊണ്ട് അത്ര പടുകൂറ്റൻ തടികൾ വന്ന് അടിക്കാതെ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. പക്ഷെ ഈ തകർന്നു കിടക്കുന്ന കാറാൻ്റെ ഷേബേ അയൽവാസി മുകളിലുള്ള അയൽവാസികളുടെ വണ്ടിയാണ്. ഈ ജീപ്പ് ഈ വീട്ടിലുള്ള നിയാസ് എന്ന് പറഞ്ഞ ഒരാളെ ജീപ്പാണ്. അവരൊക്കെ സേഫായി രക്ഷപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ക്യാബുകളിലുള്ളത്
ആ ഒരു സമയം ഒന്നിനും ഒരു സമയം എന്താ പറയുക നമ്മൾ ജീവൻ കൊണ്ട് ഓടുന്ന ഒരു സമയമായിരുന്നല്ലോ. അതുകൊണ്ട് ഇത് മാത്രമല്ല, മേലെ ഉള്ള 2-3 ജീപ്പുകളുണ്ട്, അതൊക്കെ പോയി. ഈ ഒരു ജീപ്പ് നമുക്ക് നിലവിൽ കാണാൻ കഴിഞ്ഞുള്ളൂ. തകർന്നു കിടക്കുന്ന വാഹനങ്ങൾ അവരുടെ ജീവിതം പോലെ തന്നെയാണ്. 900 കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരുടെ ജീവിതമാർഗ്ഗമായിരുന്നു. അവിടെ ഓഫ് റോഡ് ഓടുന്ന വണ്ടികളായിരുന്നു. അവിടെയുള്ള ആളുകളെ പക്ഷെ കുറെ പേര് ഇവാക്യുവേറ്റ് ചെയ്തിരുന്നു. ഏതാ 900 മറ്റേ പുഞ്ചിരിമട്ടത്തൊക്കെ മുണ്ടക്കൈ ഭാഗത്തൊക്കെ വൈകുന്നേരം ഒരു അലർട്ടിന്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകളൊക്കെ മാറി. അതൊക്കെ നേരെ നമ്മളെ കുടുംബക്കാരോടൊക്കെ തന്നെ മാറിയത്. കുറച്ചൊന്നും മാറി നിന്നു. പക്ഷെ ആ ഒരു ഭാഗത്ത് കൂടെയും പ്രതീക്ഷിക്കാതെ ഈ പൊട്ട് വന്നല്ലോ, അതിലും കുറെ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഷിഹാബ് ഡ്യൂട്ടിക്ക് ഇടയിൽ നിന്ന് ഇതാ വീട്ടിലേക്ക് വരുന്നത് പതിവ് പോലെയുള്ളൊരു വീട്ടിലേക്ക് വരവായി. ഇനി ഷിഹാബിന് അത് എന്തായാലും കഴിയില്ല. നമ്മൾ